ജീവിതത്തിൻ്റെ നല്ലൊരു കാലം പണിയെടുത്ത് സ്വരുക്കൂട്ടി ലക്ഷങ്ങൾ രൂപ ചിലവാക്കി ഒരു വീടൊക്കെ വെച്ച് അതിൽ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിയുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് ഇതൊക്കെ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയാലോ, മോഷ്ടാവ് വരുമ്പോൾ തന്നെ അറിയാൻ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടായെങ്കിൽ എന്നൊക്കെ. അതിനായിട്ട് പിന്നീട് CCTV വെക്കണമെങ്കിൽ ഭിത്തിയൊക്കെ കുത്തിപ്പൊളിക്കണം, പിന്നെ വീണ്ടും അത് പെയിൻറ്റ് ചെയ്യണം. ഈ പൊല്ലാപ്പൊക്കോർത്ത് പിന്നീട് ഇതൊന്നും വേണ്ട എന്നായിരിക്കും ഒട്ടുമിക്കവരുടെയും ചിന്ത. ഞാനിന്നിവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആങ്കർ എന്ന പ്രസിദ്ധമായ ഒരു കമ്പനിയുടെ 2 ക്യാമറകൾ ഉൾപ്പെടുന്ന ഒരു ഹോം സെക്യൂരിറ്റി സിസ്റ്റമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ഇത് വയർലെസ് ആയി പ്രവർത്തിക്കുന്ന ഒരു IP ക്യാമറ സിസ്റ്റമാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ ഫിറ്റ് ചെയ്യുന്നതിന് വയറിങ്ങിൻ്റെ ആവശ്യമില്ല. ലോകത്ത് എവിടെ ഇരുന്നുകൊണ്ടും നിങ്ങളുടെ വീടോ ഫാമോ ബിസിനസ് സ്ഥാപനമോ ഒക്കെ തന്നെ നിങ്ങളുടെ മൊബൈലിലൂടെ തന്നെ തത്സമയം കാണാൻ സഹായിക്കുന്നൊരു ഡിവൈസാണ്. ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൗകര്യമുള്ളതാണ്. ഈ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത് മനുഷ്യനാണോ മൃഗമാണോ ഇതൊക്കെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ അയക്കാനും ഈ ഒരു സിസ്റ്റത്തിന് കഴിവുണ്ട്. ഇതുകൂടാതെ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഒരൊറ്റ തവണ റീചാർജ് ചെയ്താൽ 365 ദിവസം, അതായത് 1 വർഷം വരെ ആ ചാർജ് നിലനിർത്തിക്കൊണ്ട് ഇത് പ്രവർത്തിക്കുമെന്നാണ്. മറ്റൊന്ന്, മഴയായാലും വെയിലായാലും ഇതിനൊരു പ്രശ്നമേ അല്ല. ഇതൊരു വാട്ടർ പ്രൂഫാണ്, വെതർ പ്രൂഫാണ്, നമുക്ക് എവിടെയും എപ്പോഴും ഉപയോഗിക്കാം. ഇങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുള്ള UV-CAM എന്ന ഹോം സെക്യൂരിറ്റി സിസ്റ്റമാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. ഇതുപോലൊരു ബോക്സിലായാണ് ആങ്കറിൻ്റെ UV-CAM ലഭ്യമാവുന്നത്. ബോക്സിലൊരു സൈഡിലായിട്ട് UV-CAM സെക്യൂരിറ്റി ബൈ ആങ്കർ എന്ന് ചെറുതായിട്ട് പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ്. അല്ലാതെ ആങ്കറിൻ്റെ പ്രൊഡക്റ്റാണിതെന്ന് കാര്യമായിട്ടൊന്നും ബ്രാൻഡ് ചെയ്തിട്ടില്ല. അത്യാവശ്യം വളരെ വലിയൊരു ബോക്സ് തന്നെയാണിത്. നമുക്കിനി ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഈ ബോക്സിനുള്ളിൽ വീണ്ടും മറ്റൊരു ബോക്സ് കൂടിയുണ്ട്. അതിലായാണ് പ്രൊഡക്ട്സ് ഒക്കെ കമ്പനി ഒതുക്കി അടുക്കി വെച്ചിരിക്കുന്നത്. പാക്കേജിൽ ഇതുപോലെ 2 സ്റ്റിക്കർ ഉണ്ട്. നമ്മുടെ വീടും പരിസരവും ക്യാമറ നിരീക്ഷണത്തിലാണ് എന്ന് മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള സ്റ്റിക്കറുകളാണിത്. പിന്നെ ഇതുപോലത്തെ ക്യാമറകൾ 2 എണ്ണം ഉണ്ടാകും ഈ ഒരു ബോക്സിൽ. ഇതാണ് UV-CAM. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഈ UV-CAM IP67 റേറ്റഡ് വെതർ പ്രൂഫ് ക്യാമറയാണ്. നല്ല ഹൈ ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിന്റെ ബോഡിക്ക്. അത് നമുക്ക് ധൈര്യത്തോടെ തന്നെ പറയാം. 1080 പിക്സൽ ഫുൾ HD വീഡിയോകൾ റെക്കോർഡ് ചെയ്തെടുക്കാൻ ഇതിലൂടെയാകും. ഇതൊരു വയർ ഫ്രീ ക്യാമറയാണ്. വയർലെസ് ആയി പ്രവർത്തിക്കുന്നു. സൈഡിലായി സിങ്ക് എന്ന ഒരു ബട്ടണും പുറകിലായി ഭിത്തിയിൽ മൗണ്ട് ചെയ്യാനുള്ള സ്ക്രൂ ഭാഗവും കാണാം. ഇതിന്റെ പുറകിൽ ഹൈ പവറുള്ള മാഗ്നറ്റ് ഉണ്ട്. അതിനാൽ സ്ക്രൂ ചെയ്യാതെ പോലും ഇത് നമുക്ക് ചിലയിടങ്ങളിൽ ഉപയോഗിക്കാനാകും. റീചാർജബിൾ ആയ ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഒരിക്കൽ റീചാർജ് ചെയ്താൽ 365 ദിവസം വരെ അത് നിലനിൽക്കുമെന്ന് കമ്പനി പറയുന്നു. കൂടാതെ നൈറ്റ് വിഷൻ സപ്പോർട്ടും സെക്യൂരിറ്റിക്കായി ബാങ്ക് ഗ്രേഡിലുള്ള എൻക്രിപ്ഷനും ഉപയോഗിക്കുന്നു. 140 ഡിഗ്രി വൈഡ് ആംഗിളും f2.2 അപ്പാർച്ചറുമുള്ള സോണിയുടെ എക്സ്മോർ സെൻസറാണ് ഇതിലുള്ളത്. ഇത് ഹോം ബേസ് എന്നാണ് പറയുന്നത്. ഇത് ഒരെണ്ണം ഉണ്ടാകും. ഇതുകൂടാതെ ബോക്സിൽ USB കേബിൾ, പവർ അഡാപ്റ്റർ, എത്തർനെറ്റ് കേബിൾ, ഔട്ട്ഡോർ മൗണ്ട്, ഇൻഡോർ മൗണ്ട്, മൗണ്ടിങ് സ്ക്രൂസ്, അഡാപ്റ്ററിന്റെ 2 എക്സ്ട്രാ പാർട്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ എന്താണെന്നും എപ്പോഴൊക്കെ ഉപയോഗിക്കാമെന്ന് നമുക്ക് ഇതിനിടയിൽ മനസ്സിലാക്കാം. UV-CAM സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ ഹോം ബേസ് ആണിത്. ഇതിൽ ഫ്രണ്ട് സൈഡിൽ ഒരു ലൈറ്റ് നോട്ടിഫിക്കേഷൻ, പുറകിലായിട്ട് പവർ ഓഫ് ബട്ടണും പവർ അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള സോക്കറ്റും USB ചാർജിങ് ഔട്ട് സോക്കറ്റും LAN പോർട്ടും SD കാർഡ് സ്ലോട്ടും കാണാം. SD കാർഡ് കമ്പനി തന്നെ ഇതിനോടൊപ്പം ഫ്രീ ആയി നൽകുന്നുണ്ട്. ഇവിടെ ആയിട്ട് ഒരു സ്പീക്കറും ഉണ്ട്. ഇതിൽ മുകളിലായിട്ട് സിങ്ക് അലാം ഓഫ് എന്നൊരു ബട്ടൺ കാണാം. നല്ല ഫിനിഷിങ്ങും സ്ട്രോങ് ആയതുമായ ഒരു പ്രത്യേകതരം പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഹോം ബേസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഇതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, കണക്ട് ചെയ്യാം എന്നൊക്കെ നോക്കാം. ആദ്യം പാക്കേജിൽ ഒപ്പം തന്നിരിക്കുന്ന പവർ അഡാപ്റ്റർ ഹോം ബേസിന്റെ പവർ അഡാപ്റ്റർ സോക്കറ്റിൽ കണക്ട് ചെയ്ത് പവർ ഓൺ ആക്കണം. പവർ അഡാപ്റ്ററിന്റെ നമ്മുടെ വീട്ടിലുള്ള പവർ പ്ലഗിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത്തരത്തിലുള്ളതാണ്. പാക്കേജിൽ 2 പ്ലഗ് ടൈപ്പുകൾ ഇതുപോലെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ വീട്ടിലെ പവർ പ്ലഗ് ഏത് ടൈപ്പാണോ അതിനനുസരിച്ച് പവർ അഡാപ്റ്ററിലേക്ക് പ്രസ് ചെയ്ത് വെച്ചിട്ട് നമുക്കിവ ഉപയോഗിക്കാം. പവർ ഓൺ ആക്കിയാൽ ഹോം ബേസിന്റെ ഫ്രണ്ടിലുള്ള ലൈറ്റ് അത് റെഡ് നിറത്തിൽ തെളിയും. ക്യാമറയിൽ അതത്ര നമുക്ക് ക്ലിയർ ആയിട്ടൊന്നും എടുക്കാനാവില്ല കേട്ടോ. അതിനുശേഷം LAN പോർട്ടിലേക്ക് വീട്ടിലുള്ള ഇന്റർനെറ്റ് റൂട്ടറിൽ നിന്നും LAN കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യണം. LAN കണക്ട് ചെയ്താൽ LAN പോർട്ടിന്റെ ഒരു ഭാഗത്ത് ഒരു ലൈറ്റ് തെളിയും. നമുക്ക് തന്നിരിക്കുന്ന ഈ പാക്കേജിൽ ഇതുപോലെ 1 മീറ്റർ നീളമുള്ള ഒരു LAN കേബിൾ അവർ തന്നിട്ടുണ്ട്.
ഇനി 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ ഹോം ബേസിന്റെ ഫ്രണ്ടിലെ ആ റെഡ് ലൈറ്റ് വൈറ്റ് നിറമാകും. അപ്പോൾ നെറ്റ് അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടാവും. ഇനി നമ്മുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും യുഫി സെക്യൂരിറ്റി എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഓപ്പൺ ആക്കി ആദ്യം കാണുന്ന ലൈസൻസ് അഗ്രിമെന്റ് അക്സെപ്റ്റ് ചെയ്ത് പെർമിഷൻസ് ഒക്കെ അലോ കൊടുക്കണം. അതിനുശേഷം സൈൻ അപ്പ് എന്ന് ടച്ച് ചെയ്ത് ഇമെയിലും പാസ്വേഡും ഒക്കെ നൽകി സൈൻ അപ്പ് അമർത്തിയാൽ ഒരു അക്കൗണ്ട് നമുക്ക് ഇതിലുണ്ടാക്കാം. എന്നിട്ട് അത് ഉപയോഗിച്ച് ആപ്പിൽ ലോഗിൻ ചെയ്യണം. അപ്പോൾ ആദ്യം കാണുന്ന ആഡ് ഡിവൈസ് എന്നത് സെലക്ട് ചെയ്ത് തുടർന്ന് വരുന്ന ലിസ്റ്റിൽ നിന്നും ഹോം ബേസ് എന്നത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് അമർത്തണം. ഈ സമയത്ത് നമ്മുടെ ഫോൺ നമ്മൾ ഹോം ബേസിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഇന്റർനെറ്റുള്ള അതേ റൂട്ടറിലെ വൈഫൈ കണക്ഷനിൽ തന്നെ കണക്റ്റഡ് ആയിരിക്കണം. തുടർന്ന് നെക്സ്റ്റ് അമർത്തിയ ശേഷം ഹോം ബേസിന് മുകളിലെ സിങ്ക് എന്ന ബട്ടൺ അമർത്തണം. എന്നിട്ട് ആപ്ലിക്കേഷനിൽ നെക്സ്റ്റ് അമർത്തി ഹോം ബേസിന് എന്തെങ്കിലും ഒരു പേര് നൽകണം. അതിനുശേഷം കൺഫേം അമർത്തിയാൽ ആപ്ലിക്കേഷനിൽ ഹോം ബേസ് കണക്റ്റഡ് ആയി. ഈ സമയത്ത് ഫേംവെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ആക്കണോ എന്ന് ചോദിക്കും. അത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്ഡേറ്റ് എന്ന് അമർത്തിയിട്ട് അത് അപ്ഡേറ്റ് ചെയ്യാം. അടുത്തായി നമ്മുടെ പാക്കേജിലുള്ള യുഫി ക്യാം ഇതുപോലെ തന്നെ ലിങ്ക് ചെയ്യണം. അതിന് ആഡ് ഡിവൈസ് എന്നത് സെലക്ട് ചെയ്ത് യുഫി ക്യാം സെലക്ട് ചെയ്യണം. എന്നിട്ട് നെക്സ്റ്റ് അമർത്തിയ ശേഷം യുഫി ക്യാമിലുള്ള സിങ്ക് എന്ന ബട്ടൺ അമർത്തണം. കണക്റ്റഡ് ആകുമ്പോൾ ഒരു ബീപ്പ് ശബ്ദവും ഒരു വോയിസ് മെസ്സേജും നമുക്ക് കേൾക്കാം. ഒപ്പം നോട്ടിഫിക്കേഷൻ ലൈറ്റും ഇതുപോലെ ക്യാമറയിൽ തെളിയും. അതിനുശേഷം ആപ്പിൽ നെക്സ്റ്റ് അമർത്തി ആ ഡിവൈസ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് റൂമിലാണോ പുറത്താണോ പോർച്ചിലാണോ എന്നൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ഭാഗം സെലക്ട് ചെയ്താൽ മതി. അതിനുശേഷം നെക്സ്റ്റ് അമർത്തി ക്യാമറ ഏത് മോഡിലാണ് പ്രവർത്തിക്കേണ്ടതെന്ന് സെറ്റ് ചെയ്യാം. റെക്കോർഡായിക്കൊണ്ടിരിക്കുന്ന ക്ലിപ്പ് 20 സെക്കൻഡ് മതിയോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദൈർഘ്യം വേണോ എന്നൊക്കെ അനുസരിച്ചിട്ട് 3 മോഡ് ഇതിലുണ്ട്. ലെങ്ത് കൂടുമ്പോൾ ബാറ്ററി അധികം കാലം നിലനിൽക്കില്ല എന്ന് ഓർക്കുക. ഇടയ്ക്ക് ചാർജ് ചെയ്ത് കൊടുക്കേണ്ടി വരും നമ്മൾ. വേറെ പ്രശ്നമൊന്നുമില്ല. ഇഷ്ടമുള്ള ഒരു മോഡ് സെലക്ട് ചെയ്ത് തുടർന്ന് 1-2 തവണ നെക്സ്റ്റ് അമർത്തിയാൽ ഇതുപോലെ ഈ ഒരു ഇന്റർഫേസിലേക്ക് എത്തും നമ്മൾ. ഇവിടെ നമുക്ക് നമ്മുടെ ക്യാമറയിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ പ്ലേ ചെയ്ത് കാണാം. മൗണ്ടിങ് കംപ്ലീറ്റ് എന്ന ബട്ടൺ അമർത്തുന്നതോടെ നമ്മൾ ഹോം സ്ക്രീനിലേക്ക് വരും. അവിടെ ആഡ് ഡിവൈസ് സെലക്ട് ചെയ്ത് രണ്ടാമത്തെ യുഫി ക്യാം ആഡ് ചെയ്യാം. ക്യാമറകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാൽ ഇതുപോലെ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് ആപ്പിൽ സെപ്പറേറ്റ് ആയിട്ട് 2 വീഡിയോ ആയിട്ട് പ്ലേ ചെയ്ത് കാണാം. വീഡിയോ കാണുന്നതിന് താഴെയായിട്ട് ഇതുപോലെ കുറെ ഐക്കണുകൾ കാണാം. അതിൽ ആദ്യത്തേത് നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് ആ വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഫയലായിട്ട് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. രണ്ടാമത്തേത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വലിൽ നിന്നും അതൊരു ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രസ് ചെയ്താൽ ഇതുപോലെ അത് ഫോട്ടോ ആയിട്ട് ഗാലറിയിലേക്ക് സേവ് ആവും. മൂന്നാമത്തേത് നമുക്കത് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ഒരു വോയിസ് നമ്മൾ പറയുന്ന ഒരു നിർദ്ദേശം നമുക്ക് ക്യാമറയിൽ കൂടി ആ ക്യാമറയുടെ ഫ്രണ്ടിലുള്ള ഒരു വ്യക്തിക്ക് കേൾപ്പിക്കാനാവും. അടുത്ത ഐക്കൺ നമുക്ക് ക്യാമറയിൽ നിന്നുമുള്ള വോയിസ് ഫുൾ ടൈം ഇതിൽ ഓൺ ആയിരിക്കും. അത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഉപയോഗിക്കാം. സൈഡിൽ ഈ കാണുന്ന ലൈൻസിൽ ഒന്ന് പ്രസ് ചെയ്താൽ ഇതുപോലെ കൂടുതൽ ഓപ്ഷൻസ് കാണാം. അതിലാദ്യത്തേത് വീഡിയോ ഐക്കൺ സെലക്ട് ചെയ്താൽ ക്യാമറയ്ക്ക് മുന്നിൽ മൂവ്മെന്റ്സ് ഉണ്ടായപ്പോൾ ക്യാമറ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച വീഡിയോകൾ അതാത് ദിവസം സെലക്ട് ചെയ്ത് ഇതുപോലെ തമ്പനെയിലുകളായിട്ട് നമുക്ക് കാണാം. ആ തമ്പനെയിലിൽ സെലക്ട് ചെയ്താൽ ആ മൂവ്മെന്റ് നമുക്ക് ഇതുപോലെ പ്ലേ ചെയ്ത് കാണാം. ഇതിപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ ഒരു എലി വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായി റെക്കോർഡായ വിഷ്വലാണ്. യുഫി ക്യാമിലെ സ്മാർട്ട് ഡിറ്റക്ഷൻ എനേബിൾ ആക്കിയിട്ടാൽ ഇത്തരം ജീവികളുടെ മൂവ്മെന്റ്സ് ഒക്കെ തനിയെ ഒഴിവാക്കി മനുഷ്യരുടെ മൂവ്മെന്റ് മാത്രം ഇത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചോളും. അത് സെറ്റിംഗ്സിൽ കാണാം. റെക്കോർഡായി കിടക്കുന്ന ഈ മൂവ്മെന്റ്സ് പ്ലേ ആകുമ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓപ്ഷൻസ് അതിന് താഴെയായി കാണാം. അടുത്ത ഐക്കൺ നൈറ്റ് വിഷൻ എനേബിളും ഡിസേബിളും ആക്കാനുള്ളതാണ്. നൈറ്റ് വിഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നൈറ്റിൽ നിന്നുള്ള വിഷ്വലുകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട്, അതായത് ഒരു ലൈറ്റും നമ്മുടെ ആ റൂമിൽ നമ്മൾ വച്ചിരിക്കുന്ന ക്യാമറയുടെ ഫ്രണ്ടിൽ ഒരു വെളിച്ചവും ഇല്ല എങ്കിൽ കൂടി നമുക്ക് ഇതുപോലെ വിഷ്വലുകൾ കാണാൻ സാധിക്കും. അപ്പൊ ആ ഒരു നൈറ്റ് വിഷൻ എനേബിൾ ആക്കണോ ഡിസേബിൾ ആക്കണോ എന്ന് തീരുമാനിക്കാനാണ് ഈ ഒരു ഐക്കൺ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ഐക്കൺ നമുക്ക് നമ്മുടെ ഹോം ബേസിൽ അല്ലെങ്കിൽ ക്യാമറയിൽ കൂടി ഒരു അപകട സൈറൻ കേൾപ്പിക്കണമെന്ന് തോന്നിയാൽ അതിന് ഉപയോഗിക്കാം. അത് വീട്ടിലുള്ളവർക്കോ മറ്റോ നമ്മൾ ദൂരെ നിന്ന് വാച്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ ശ്രദ്ധ ആകർഷിക്കാനായിട്ട് ഒരു അലാറം പുറപ്പെടുവിക്കണമെന്ന് തോന്നിയാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. അതിനായിട്ട് നമ്മൾ അലാറം ഐക്കൺ സെലക്ട് ചെയ്തിട്ട് ഡിവൈസ് ഇതുപോലെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഉച്ചത്തിൽ അലാറം കേൾക്കും. അതിനുശേഷം ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിലുള്ള ക്ലോസ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് അലാറം സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സിലേക്ക് കടക്കാം. അതിനായിട്ട് ഈ ഒരു ഐക്കൺ ഉപയോഗിക്കാം.
നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സ് എന്നതിൽ മനുഷ്യർ മാത്രം ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വന്നാൽ മതിയോ, അതോ എല്ലാത്തിനും വേണോ? അതുമല്ല, നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഫേസ് ഒഴികെ മറ്റുള്ളവർ മാത്രം ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ നോട്ടിഫിക്കേഷനും റെക്കോർഡിങ്ങും ആരംഭിക്കുന്ന സ്മാർട്ട് ഡിറ്റക്ഷൻ മതിയോ എന്നും സെറ്റ് ചെയ്യാം. ഇവിടെ സ്മാർട്ട് ഡിറ്റക്ഷന് വേണ്ടി നമുക്ക് വിശ്വാസമുള്ളവരുടെ ഫേസ് മാത്രം ആപ്പിന്റെ വലതുവശത്തെ സെറ്റിംഗ്സിൽ സ്മാർട്ട് ഡിറ്റക്ഷൻ എന്നതിൽ ഫെമിലിയർ ഫേസസ് സെലക്ട് ചെയ്ത് ഇതുപോലെ ആഡ് ചെയ്ത് നൽകാം. ഇതുപോലെ അനാവശ്യ സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന റെക്കോർഡിംഗ് ഒക്കെ ഒഴിവാക്കുന്നതിനാൽ കമ്പനി യുഫി ക്യാം 1 വർഷം വരെ ചാർജ് നിലനിൽക്കുമെന്നാണ് അവകാശപ്പെടുന്നത്. മോഷൻ ഡിറ്റക്ഷൻ എന്നതിൽ ഒരു ചലനം ക്യാമറയ്ക്ക് മുന്നിൽ ഉണ്ടായാൽ അത് ഡിറ്റക്ട് ചെയ്ത് നോട്ടിഫിക്കേഷനും വീഡിയോ റെക്കോർഡിങ്ങും വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനാകും. ക്യാമറയ്ക്ക് മുന്നിൽ വരുന്ന ദൃശ്യങ്ങളിൽ നിന്നും ഒരു പ്രത്യേക ഏരിയ മാത്രം സെലക്ട് ചെയ്ത് ആ ഏരിയയിൽ ഉണ്ടാകുന്ന ചലനമെല്ലാം നോട്ട് ചെയ്യാൻ ആക്ടിവിറ്റി സോൺ എന്ന ബേറ്റ ഫംഗ്ഷൻ ഉപകരിക്കും. ക്യാമറ ആരെങ്കിലും ഇളക്കിയെടുക്കാൻ ശ്രമിച്ചാൽ ആ സമയത്ത് അത്യുച്ചത്തിൽ അലാറം ഉണ്ടാക്കുന്ന ആന്റി തെഫ്റ്റ് ഡിറ്റക്ഷൻ സൗകര്യം നമുക്കിതിൽ ഇവിടെ എനേബിൾ ആക്കാം. ആപ്ലിക്കേഷനിൽ സെക്യൂരിറ്റി എന്ന ഐക്കൺ സെലക്ട് ചെയ്താൽ ഹോം, എവേ എന്നിങ്ങനെ മോഡുകൾ സെലക്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും സാധിക്കും. നമ്മളുടെ ഡിവൈസുകളിൽ ആ മോഡിലായിരിക്കുമ്പോൾ വീഡിയോ റെക്കോർഡ് ആവണോ, പുഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കണോ, അലാറം എനേബിൾ ആയിരിക്കണോ എന്നൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാം. മാത്രമല്ല ഷെഡ്യൂൾ മോഡിലൂടെ ആ മോഡ് മാറി മറ്റൊരു മോഡ് തനിയെ ആകണമെന്നും സെറ്റ് ചെയ്യാം. അതുകൊണ്ട് നമുക്കുള്ള ഗുണം, നമ്മൾ വീട്ടിലുള്ളപ്പോൾ അലാറം അടിക്കണ്ട, അല്ലെങ്കിൽ റെക്കോർഡിംഗ് വേണ്ട, പക്ഷെ പുറത്തു പോകുന്ന സമയങ്ങളിൽ അവ രണ്ടും വേണമെങ്കിൽ അത് തനിയെ ആക്റ്റീവ് ആക്കാമെന്നതാണ്. വ്യത്യസ്ത തരത്തിൽപ്പെട്ട 2 തരം വാൾ മൗണ്ട് ബ്രാക്കറ്റുകൾ യുഫി ക്യാമിന്റെ പാക്കേജിലുണ്ടാകും. അതിലൊന്നാമത്തേത് ഇതാണ്. ഇത് ഭിത്തിയിൽ ഫിറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് യുഫി ക്യാം ജസ്റ്റ് ചേർത്ത് വെച്ചാൽ മതി. ക്യാമറയിലുള്ള കാന്തിക ശക്തിയാൽ ഇതിൽ ചേർന്നിരുന്നോളും ക്യാമറ. മാത്രമല്ല മൗണ്ട് റൗണ്ട് ഷേപ്പ് ആയതിനാൽ ഏത് ആംഗിളിലേക്കും ക്യാമറ ഈസിയായി ചലിപ്പിക്കാനുമാവും. രണ്ടാമത്തെ മൗണ്ട് നമുക്ക് കൂടുതൽ സുരക്ഷിതമായി നമ്മുടെ യുഫി ക്യാം ഭിത്തിയിൽ ഫിറ്റ് ചെയ്ത് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാനുള്ളതാണ്. ഇത് ഭിത്തിയിൽ ഫിറ്റ് ചെയ്ത ശേഷം യുഫി ക്യാമിന്റെ പുറകിലെ ത്രെഡിൽ തിരിച്ചു വെച്ച് ടൈറ്റ് ചെയ്ത് ഉപയോഗിക്കാം. പൊതുവെ മികച്ച വീഡിയോ ക്വാളിറ്റിയും ഒട്ടേറെ അഡ്വാൻസ് ഫീച്ചേഴ്സുമുള്ള യുഫി ക്യാം വീടുകൾ, ഷോപ്പുകൾ എന്നിവയ്ക്കൊക്കെ കൂടുതൽ സുരക്ഷ ലഭിക്കാൻ സഹായിക്കുന്ന ഒരു ഡിവൈസാണ്. കൂട്ടുകാർക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.